ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, വിനീഗർ, ഗോതമ്പ് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, വേപ്പില, മുട്ട 2 വറുക്കാൻ ആവശ്യമായ എണ്ണ, മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാല ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കിലോ ചിക്കനാണത്. ഇത് നമുക്ക് ഈ ബോളിലേക്ക് ഇടാം. അടുത്ത് നമുക്ക് ഉപ്പിടാം, കുറച്ച് ഉപ്പിടാം, കുറച്ച് മുളക് പൊടി. ഇതിനകത്ത് റെഡ് കളറാണ് സാധാരണ ചേർക്കാറ്. ഞാൻ ഇതിനകത്ത് റെഡ് കളർ ചേർക്കുന്നില്ല. അതിന് പകരം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിന് എരിവ് കുറവായതുകൊണ്ട് 2 സ്പൂണ് മുളക് പൊടി ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതാണ്. 5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, രണ്ടും കൂടി അരച്ചതാണത്. ഇത് നമുക്ക് അതിലേക്ക് ചേർക്കാം. ചിക്കൻ മസാല 1 സ്പൂണ്. ഇത് ഗരം മസാലയാണ്. ഇതൊരു 1/2 സ്പൂണ് ഇതിൽ ചേർക്കാം. ഒരല്പം വിനീഗറും കൂടി ചേർക്കാം ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് 2 സാധനം ഇതിനകത്ത് ചേർക്കാറില്ല ഞാൻ. കാരണം ശരീരത്തിനകത്ത് നല്ല സാധനമില്ല എന്നുള്ളതുകൊണ്ടാണ്. അജിനോമോട്ടോ എന്ന് പറഞ്ഞൊരു ടേസ്റ്റി പൗഡറാണ്. രണ്ടാമത് റെഡ് കളറിന് പകരം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കളറ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത മിക്സ് ചെയ്യാക്കാം. ഇതിനകത്ത് നമുക്ക് 2 കോഴിമുട്ട ഒന്ന് ഇട്ടിരിക്കാം. ഈ 1 സ്പൂണ് വിനീഗർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അത് നന്നായിട്ടൊന്ന് അടിക്കുക. ഇത് ബീറ്റർ കൊണ്ട് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് അലന്ന് കിട്ടും. കുറച്ച് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാം. 2 സ്പൂണ് ഗോതമ്പ് പൊടി. വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുട്ട മിശ്രിതം അടിച്ച് റെഡിയാക്കി. ഇനി നമുക്ക് ഇത് ഈ കൂട്ടിലേക്ക് തന്നെ, ഈ ചിക്കനിലേക്ക് തന്നെ ചേർക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇത് ഇരിക്കണം. 2 മണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് നമ്മളിത് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഈ 2 മണിക്കൂർ ഇരിക്കണം എന്ന് പറയുന്നത് ഇതിൻ്റെ മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 മണിക്കൂർ കഴിയുമ്പോൾ എണ്ണയിൽ വറുത്ത് കോരിയിടുക. അപ്പോൾ 2 മണിക്കൂർ കഴിയാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 മസാല കൂട്ടി 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് എണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത് വറുത്തെടുക്കാം. വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. അപ്പോൾ ഇത് വറുത്ത് ഓരോ പ്രാവശ്യവും നിങ്ങൾ വറുത്ത് കോരുന്ന സമയത്ത് കുറച്ച് വേപ്പില കോരാൻ നേരത്ത് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്താൽ മതി. അപ്പോൾ ആ വേപ്പില മുരിയുന്നതിൻ്റെ ആ ടേസ്റ്റും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായോ എന്ന് നമുക്കൊന്ന് ഒരു വേപ്പില കണ്ടിട്ട് നോക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് ഒരേ പീസ് ഇട്ട് വറുത്തെടുക്കാം. ഇതിന് മസാലയുടെ കൂട്ട് റെഡിയാക്കി നമ്മളിത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് സമയമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വറുത്തെടുക്കാം. ഇത് വറുത്തിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നോടെടുത്ത് വറക്കാം. നമ്മൾ കടകളിലൊക്കെ പോയി വാങ്ങിക്കുന്നതിലും വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടകളിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കളറ്, അജിനോമോട്ടോ ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് വിശ്വാസത്തോടെ കഴിക്കുകയും ചെയ്യാം. നമ്മുടെ ശരീരം ചീത്താവില്ല. അപ്പോൾ നമുക്കിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കളറൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല റെഡ് കളറായിരിക്കും. കാരണം ഈ മുളക് പൊടിയുടെ കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ അതായത് കളറൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
ചിക്കൻ 65 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 സൈസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ഇതേപോലെ മസാല പറ്റി ഫ്രൈ ആക്കിയെടുക്കാം, ഒന്ന് ഇതേപോലെ മസാല പറ്റി ഫ്രൈ ആക്കിയതിന് ശേഷം സെപ്പറേറ്റ് സവാള ശരിയാക്കിയിട്ട് അതിൽ അല്പം ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഐറ്റംസൊക്കെ ഒരു സ്പൂണൊക്കെ ചേർത്തിട്ട് നമുക്ക് അല്പം തിക്ക് ഗ്രേവി പോലെ ഉണ്ടാക്കി അങ്ങനെ ഒരു ഐറ്റംസും ഈ 65-ലുണ്ട്. ഒറിജിനൽ 65 ഇത് തന്നെയാണ്. ഞാൻ വേപ്പില കുറച്ച് ഇതാണ്. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്.